ബെത്ലഹേം TV പ്രേക്ഷകരെ ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ യുവജനങ്ങളും നവകുടുംബങ്ങളും അഭിമുഖീകരിക്കുന്ന ധാർമ്മിക വെല്ലുവിളികളിലേക്ക് സത്യത്തിന്റെ വെളിച്ചം ചൊരിയുന്ന ഒരു പുതുപുത്തൻ പ്രോഗ്രാം ലെറ്റ്സ് വെരിറ്റാസ്. ഡോക്ടർ ഇബ്രാഹിം ജേക്കബ്, കുറേ നാൾ കൂടിയാണ് സാറിനെ കാണുന്നത്. വളരെ സന്തോഷമുണ്ട് സാറിൻ്റെ കൂടെ ഇവിടെ ഒന്നുകൂടെ കാണാനും സംവാദിക്കാനും ഒക്കെ കഴിയുന്നതിൽ. അപ്പം സാർ, നമ്മുടെ യുവജനങ്ങളുമായി സാറ് വളരെ വർഷങ്ങളായി അവരുമായി ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുകയും അവർക്ക് പല സെഷൻസ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ പരിപാലന രംഗത്ത് വളരെ വർഷങ്ങളായി സാർ സേവനം ചെയ്യുന്നു. അപ്പം സാറിനോട് കുറച്ച് ഇന്നത്തെ തലമുറയിൽ കാണുന്ന അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റി ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായി സാറിനോട് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ നമ്മുടെ യുവജനങ്ങൾ വളരെ അലസരായി കാണുന്നു. പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ ഒന്നിനോടും അവർക്കൊന്നൊരു താല്പര്യമില്ല. പെൺകുട്ടികളാണെങ്കിലും അവർ പല റീൽസൊക്കെ എടുക്കുന്നു, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പൊതുവേ നമ്മുടെ യുവജനങ്ങൾക്ക് ഒന്നിനോടും ഒരു താല്പര്യമില്ലാതെ വളരെ അലസരായിട്ടാണ് അവരെ കാണുന്നത്. അതിനെപ്പറ്റി എന്താണ് സാറിന് പറയാനുള്ളത്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലെ നമ്മുടെ യുവജനങ്ങളെ നിരീക്ഷിക്കുമ്പോൾ കാണുന്ന ഒരു വലിയ, നിങ്ങൾ പറഞ്ഞ 100% ശരിയായ ഒരു കാര്യമാണ്. ഞാനും കഴിഞ്ഞ ഒരു 29-30 വർഷത്തോളമായിട്ട് നമ്മുടെ യുവജനങ്ങളുമായിട്ട് അവരുടെ പല പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, അവരുടെ ധാർമ്മികതയുടെ മേഖലയിലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ, ഇവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുക, അവർ വ്യക്തിപരമായിട്ട് വന്ന് ചോദിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടുവരുമ്പോൾ ഇതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന 1-2 ചെറിയ കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്ന് ഞാൻ പങ്കുവയ്ക്കാം. ഒന്നാമതായിട്ട്, നമ്മുടെ യുവജനത വല്ലാതെ ഡിസ്ട്രാക്റ്റഡാണ്. അവർക്ക് സമൂഹത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റി അതിനെപ്പറ്റി വളരെ നമ്മൾ ലീസ്റ്റ് ബോധമെന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത് അവർക്ക് തീരെ താല്പര്യമില്ല. അവർക്ക് അവരുടേതായ ചില പ്രയോറിറ്റീസ് അല്ലെങ്കിൽ മുൻഗണനകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പക്ഷേ നമ്മൾ ഇതിൻ്റെ യഥാർത്ഥ കാരണത്തിലേക്ക് ഒരു വിശകലനം നടത്തി കഴിഞ്ഞാൽ അവരുടെ ചിന്തകളെ ഇന്ന് ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു അധാർമിക ശക്തി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ആണും പെണ്ണും അടങ്ങുന്ന നമ്മുടെ യുവജനതയുടെ പിറകിലുണ്ടെന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. അത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ യുവജനങ്ങളുമായിട്ടുള്ള നിരന്തരമായ സമ്പർക്കം കഴിഞ്ഞ 29-30 വർഷമായിട്ട് സമ്പർക്കം എന്ന് ഞാൻ പറയും. കാരണം ഞാനിത് വ്യക്തമായിട്ട് പറയാൻ കാരണം, 29 വർഷമായി ഈ വിവാഹ ഒരുക്ക സെമിനാറുകൾക്ക്, വിവാഹപൂർവ്വ കൗൺസിലിംഗ് എന്നൊക്കെ പറയുമല്ലോ, അതിന് മുടങ്ങാതെ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ വിവാഹം കഴിക്കാനായിട്ട് പോകുന്ന യുവാക്കൾ നമ്മുടെ മുമ്പിൽ വന്നിരുന്നു. അവർക്ക് ഞാൻ എടുക്കുന്ന വിഷയം, ഞാൻ പഠിച്ച സബ്ജക്റ്റ് മെഡിക്കൽ സയൻസ്, ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അവരുടെ ലൈംഗികതയുടെ വളർച്ചയും അതിലെ ചേഞ്ചസും വൈകല്യങ്ങൾ, വിവാഹത്തിന് മുമ്പ് പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ കൂടെ അതിൻ്റെ ലൈംഗിക അപചയങ്ങൾ, ലൈംഗിക വ്യതിയാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇതൊക്കെ വിവാഹത്തെ നേരിട്ട് ബാധിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഗതിയുണ്ട്. വളരെയധികം യുവാക്കൾ ഇന്ന് പോർണോഗ്രാഫി എന്ന് നമ്മൾ വിളിക്കുന്ന, അതായത് അശ്ലീല സാഹിത്യം, അത് വാക്കാലും വീഡിയോകളിലും ചിത്രങ്ങളിലും അല്ലെങ്കിൽ സാഹിത്യത്തിലും ഈ രീതിയിലുള്ള അശ്ലീലത വളരെ വ്യാപകമായിട്ട് നമ്മുടെ അഡോളസൻ കൗമാരപ്രായക്കാർ തൊട്ട് മേലോട്ട്, ഏത് പ്രായം എന്ന് പറയാൻ പറ്റില്ല, അവരെ വ്യാപകമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അത് ആധുനിക സമ്പർക്ക മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ മോഡേൺ മീഡിയാസ്, അത് ഇപ്പോൾ ഇൻ്റർനെറ്റ് വരുന്നതിന് മുമ്പ് നമുക്ക് ഉണ്ടായിരുന്നു വീഡിയോ സിനിമ, അതുപോലെ വീഡിയോ കാസറ്റ് പ്ലെയർ, DVD പ്ലെയറുകൾ, CD പ്ലെയർ, പിന്നെ അതിനുശേഷം മെമ്മറി കാർഡ്, പിന്നെ ഇപ്പോൾ ഡയറക്റ്റ് ലൈവ് സ്ട്രീമിംഗ് ഫ്രം നെറ്റ്, അങ്ങനെ. അപ്പോൾ ഈ രീതിയിലൂടെ ഇത് വളരെ എളുപ്പത്തിൽ വളരെ വ്യാപകമായിട്ട് യുവജനങ്ങളിലേക്ക് ഇത് വ്യാപിച്ചു. എന്താണ് അതിൻ്റെ കുഴപ്പമെന്ന് സ്വാഭാവികമായിട്ട് ആൾക്കാർ ചോദിക്കും. ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഈ പോർണോഗ്രാഫി നമ്മുടെ യുവജനങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സാറ് പറയുന്നത് ഇത് കാണുന്നത് മൂലമാണ് ഇവരിങ്ങനെ ഒന്നും ചെയ്യാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു അലസരായി മാറുന്നത്, അത് മാത്രമേ ഇവരെ സ്വാധീനിക്കുന്നുള്ളൂ? ഒരു പരിധി വരെ എന്ന് ഞാൻ പറയും. പൂർണ്ണമായിട്ടും പോർണോഗ്രാഫി അല്ല ഈ അലസതയ്ക്ക് കാരണം. വേറെ മറ്റു പല ഫാക്ടേഴ്സ്, കാരണങ്ങളുണ്ട്. അത് മുഴുവനും നമുക്കങ്ങനെ ചുഴിഞ്ഞാലോചിച്ചാൽ ഈ ചർച്ചയുടെ ഒരു ചുരുങ്ങിയ പരിമിതിക്കുള്ളിൽ നമുക്ക് തീർക്കാൻ പറ്റും. പക്ഷേ പോർണോഗ്രാഫി അവരുടെ സ്വത്വത്തെ, അവരുടെ ആ വ്യക്തിത്വത്തെ തന്നെ ഹനിക്കുന്ന ഒരു സംഗതിയാണ്.
കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ പോർണോഗ്രാഫി എങ്ങനെയാണ് യുവജനങ്ങളെ സ്വാധീനിക്കുന്നതെന്നും അവരുടെ ആത്മീയ അല്ലെങ്കിൽ അവരുടെ വൈകാരിക മേഖലയെ ഈവൻ ഭാവിയിൽ അവരുടെ കുടുംബ ജീവിതത്തെ തന്നെ തകർക്കുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഇവർ വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ ഇവരിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻപുട്ട് ഉണ്ടല്ലോ, ഇവർക്ക് അതുമൂലം ഉണ്ടായിരിക്കുന്ന അവരുടെ തകർച്ച, അവരുടെ ശാരീരികമായ ബലഹീനതകൾ, മാനസികമായിട്ട് അവർ ഇൻട്രോവേർട്ടായി മാറുന്നത്, അങ്ങനെ പല പല കാര്യങ്ങൾ പരിശോധിച്ച് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഇതിന് വലിയൊരു സ്വാധീനമുണ്ട് പോണോഗ്രാഫിക്ക്. ആ സ്വാധീനം നാം വിചാരിക്കുന്നതിനേക്കാൾ ഭയാനകമായ രീതിയിൽ ആധുനിക യുവതയെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. അത് കുഞ്ഞുങ്ങളുടെ പഠനത്തെ ബാധിക്കുന്നു, സ്വഭാവ രൂപീകരണത്തെ ബാധിക്കുന്നു, മാതാപിതാക്കളും സഹോദരങ്ങളുമായിട്ട് തമ്മിലുള്ള ആ ഇടപഴകൽ, നമ്മൾ ഇൻട്രാക്ഷൻ എന്നൊക്കെ പറയും, അതിനെ ബാധിക്കുന്നു. അത് അവരുടെ വ്യക്തിത്വ വികസനത്തിൻ്റെ സമൂലമായ തകർച്ചയ്ക്ക് വരെ കാരണമാകുന്നത് വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഒത്തിരി സ്കൂളുകളിൽ, പ്രത്യേകിച്ച് നമ്മുടെ +1 +2 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ഈ അടിസ്ഥാന ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് പല സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവിടുന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇൻപുട്ട്, ഒരു ഇതുണ്ടല്ലോ, ആ ടീച്ചേഴ്സും കുട്ടികൾ തന്നെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ അറിവുള്ളവരായിട്ട് അല്ലെങ്കിൽ അവർക്ക് വിശ്വാസമുള്ള ഒരാൾക്കാർ കിട്ടിയില്ലെങ്കിൽ അവർ നമ്മളോട് ചോദിക്കും. ആ ചോദ്യങ്ങളുടെ മറുപടി കൊടുക്കുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെയാണ് ആയിരിക്കുന്നത്, അവരായിരിക്കുന്ന ആ തകർച്ചയുടെ ആഴം എത്ര ഭയാനകമാണെന്ന് വ്യക്തിപരമായിട്ട് ബോധ്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിഷയം കൂടുതൽ ആഴത്തിൽ പഠിച്ചു, ഇതിൻ്റെ സ്വാധീനം എത്രമാത്രം ഭയാനകമാണെന്നുള്ളത്. അപ്പോൾ ഡോക്ടറെ, ഒരു സംശയം. അപ്പം എല്ലാ മക്കളും എല്ലാ കുട്ടികളും അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പം നമ്മൾ സൈറ്റിലൊക്കെ ആയിട്ട് ഒത്തിരി ഈവൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഉപദേശിക്കുന്നുണ്ട് ഈ ഒരു മാസ്റ്റർബേഷൻ ഇന്നവേ അതൊരു സ്ട്രെസ് റിലീഫ് ആവുന്നതും കൂടെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അവനവൻ്റെ സ്ട്രെസ് റിലീഫിന് വേണ്ടി വേറെ ആരും ശല്യപ്പെടുത്താതെ അത് ചെയ്യുന്നത് ആരോഗ്യത്തിനും നല്ലതാണെന്ന രീതിയിൽ പല സൈറ്റ്സിലും നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികൾ അത് കാണുമ്പോൾ അവരെ നമ്മളെങ്ങനെ കുറ്റം പറയാൻ പറ്റും? തീർച്ചയായിട്ടും വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണത്. കാരണം ഇന്നത്തെ തലമുറ ഇൻ്റർനെറ്റിൽ കാണുന്നത് എന്തും ശരിയാണെന്ന് ധരിക്കുന്ന, അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ ഉള്ള വിവേചനാശേഷി ഇല്ലാത്തൊരു യുവതലമുറയാണ് നമ്മുടെ മുമ്പിലുള്ളത്. പ്രത്യേകിച്ച് യൂട്യൂബ് വളരെ ശക്തമായ ഒരു മീഡിയയായിരുന്നു. യൂട്യൂബ് മാത്രമല്ല, അങ്ങനെ പല പല മീഡിയാസ് ഉണ്ട്. ഇതിലൂടെ ലഭിക്കുന്ന അറിവ് ശരിയാണെന്ന് വിചാരിച്ച് അതിനെ അതേപടി അനുകരിക്കുക എന്നുള്ളത് യുവതലമുറയുടെ ഒരു പ്രത്യേക ഒരു ട്രെൻഡാണ്. യൂട്യൂബാണ് ശരി. കാരണം ഇന്നിപ്പം പുതിയ ChatGPT വന്നിട്ടുണ്ട്, ഒത്തിരി സോഫ്റ്റ്വെയറുകൾ, ആപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ യുവതലമുറ മുമ്പോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെ നയിക്കുന്നവർക്ക് ഒരു സാങ്കേതികമായിട്ട് അവർ വല്ലാത്തൊരു പ്രശ്നത്തിലായിട്ട് മാറും. നമ്മൾ ആ ക്രൈസിസിനെ അതിജീവിക്കേണ്ടത് എങ്ങനെയാണ്? ഈ യുവതലമുറ നമുക്ക് അവർ ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് യൂട്യൂബ് പോലുള്ള മീഡിയ ആർക്കും ഉപയോഗിക്കാം. അവരുടെ ആ നിയന്ത്രണങ്ങൾ ഉള്ളിൽ നിന്ന്, അവർ പറയുന്ന നിയമാവലിക്കുള്ളിൽ നിന്നുകൊണ്ട് കണ്ടന്റിലും അശ്ലീലതയോ കണ്ടന്റുകളിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കുന്ന പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങി അത് പ്രക്ഷേപണം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇന്നുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് അത് മുഴുവൻ ശരിയാണ്, ധാർമ്മികതയുടെ അളവുകോൽ വെച്ചിട്ട് യൂട്യൂബിൽ കാണുന്ന എല്ലാം ശരിയാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ, അതിന് മുമ്പ് തന്നെ കുട്ടികൾ മൊബൈൽ ഉപയോഗിച്ച് തുടങ്ങി. പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ നമുക്ക് അവരുടെ വിദ്യാഭ്യാസം ഇപ്പം പ്രധാനമായിട്ട് വരുന്നത് ഓൺലൈൻ ക്ലാസ്സുകൾ, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അവർക്ക് ഹോംവർക്കുകൾ കാര്യങ്ങളൊക്കെ ഒത്തിരി PDF ഒക്കെ ആയിട്ട് ഇട്ട് കൊടുക്കും. സ്വാഭാവികമായിട്ട് ഒരു മൊബൈൽ അവർ യൂസ് ചെയ്യും. ഈ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ ആകസ്മികമായിട്ട് ഒരു യൂട്യൂബ് കണ്ടന്റ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ അവർക്ക് മുമ്പ് ആ മൊബൈൽ നോക്കിയ ആൾ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പിന്നെ എന്തെങ്കിലും ഇത് ഒന്ന് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും കുഞ്ഞുങ്ങൾ അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഈ യൂട്യൂബിലൂടെ കിട്ടുന്ന ഈ അറിവ് ഒരുപക്ഷെ സൈക്കോളജിസ്റ്റ് ആയിരിക്കാം, സൈക്യാട്രിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകനായിരിക്കാം, അല്ലെങ്കിൽ വിവരമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന വലിയ വ്യക്തികളായിരിക്കാം. ഇവർ കൊടുക്കുന്ന ആ ഒരു തെറ്റായ അറിവ് ഈ ഇളം മനസ്സിനെ സ്വാധീനിക്കുന്നത് അവരുടെ ആത്യന്തികമായ നാശത്തിലേക്കുള്ള പോക്കാണത്. കാരണം സ്വയംഭോഗം അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ എന്ന് പറയുന്ന സംഗതി ശരിയാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ ഇവരുടെ ഉദ്ദേശം എന്താ? കുഞ്ഞുങ്ങളത് പക്ഷേ അവരുടെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ, ചില പ്രത്യേക സാഹചര്യത്തിൽ ചില കുട്ടികൾ അതിലേക്ക് അറിയാതെ വീണു പോകും. നമുക്ക് ആ വളർച്ചയുടെ ഘട്ടത്തിൽ അതിനെ ആ വളർച്ചയുടെ ഒരു ഭാഗമായിട്ട് വേണം കരുതി എടുക്കാം ബേസിക്കലി. കാരണം സ്വയംഭോഗത്തിലൂടെ സാധാരണഗതിയിലുള്ള ഒരു ശാരീരിക ബന്ധത്തിൽ ബീജം പുറത്തു പോകുന്ന പോലെ ബീജം പുറത്ത് കളയുന്നു. പക്ഷേ നമ്മൾ കണ്ടുവരുന്നൊരു സംഗതിയുണ്ട്, സ്വയംഭോഗം ഒരു അഡിക്ഷനിലേക്ക്, ഒരുതരം ആസക്തി, അത് ഒരുതരം ബന്ധനം, നമ്മൾ ആ വാക്കിന് ഉപയോഗിക്കുക. അങ്ങനെ അതിലേക്ക് വരുമ്പോൾ ഈ കുട്ടി അവൻ്റെ ചിന്തകൾ മുഴുവനും മാറിപ്പോകുന്നു. അവൻ്റെ മാനസിക വ്യാപാരങ്ങൾ മറ്റൊരു തലത്തിലേക്ക് മാറുക.
ശരിയായ രീതിയിൽ പഠിച്ച് നല്ല വിദ്യാഭ്യാസം നേടി മുമ്പോട്ട് പോകേണ്ട കുട്ടിക്ക് ആ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ അവന് പഠനം മാത്രമല്ല മറ്റു പല കാര്യങ്ങളുണ്ട്, സാമൂഹ്യപരമായ ബന്ധങ്ങൾ പുലർത്തിക്കൊണ്ട് കുടുംബവും കുടുംബത്തിലെ മറ്റു വ്യക്തികളും സമൂഹത്തിലെ വ്യക്തികൾ, അധ്യാപകർ, അവൻ്റെ സമപ്രായക്കാർ, അവൻ്റെ കീഴിലുള്ള കുട്ടികൾ, ഇവരൊക്കെ ആയിട്ടൊരു സാമൂഹിക ബന്ധം പുലർത്തേണ്ട വ്യക്തി തന്നിലേക്ക് തന്നെ തിരിഞ്ഞ്, നമ്മളതിനെ ഇൻട്രോവേർട്ട് എന്നൊരു സൈക്കോളജിക്കൽ വാക്ക് ഉപയോഗിക്കും, ഇൻട്രോവേർട്ട്. അപ്പോൾ അങ്ങനെ മാറുകയും അത് ഇവനിൽ ഉണ്ടാക്കുന്ന ഒരു അങ്ങനെ വന്ന് സാവധാനം ഒരു കുറ്റബോധം, അത് കുറ്റബോധം വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് പറയും, ഇത് കുറ്റമാണെന്ന് നമ്മൾ പറയുന്നതുകൊണ്ടല്ല കുറ്റബോധം വരുന്നതെന്ന് പറയും. പക്ഷേ ആത്യന്തികമായിട്ട് ഈ കുഞ്ഞ് ഒരുതരം അവൻ്റെ സ്വന്തം ഒരു ചെറിയ ലോകത്തേക്ക് ഒതുങ്ങി അവന് അതിൻ്റെ ഒരു അഡിക്റ്റായിട്ട് മാറുകയും അതോടുകൂടി അവന് ചെയ്യേണ്ട, അവൻ്റെ കാലഘട്ടത്തിൽ, അവൻ്റെ പ്രായത്തിൽ അല്ലെങ്കിൽ അവളുടെ പ്രായത്തിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ സ്വയം ഒരു ഉൾവലിഞ്ഞ പ്രകൃതിയിലേക്ക് മാറും. അതാണ് ഇതിൻ്റെ ആത്യന്തികമായിട്ട് കണ്ടുവരുന്നൊരു സംഗതി. ഇതിന് ഇവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഈ അശ്ലീല സാഹിത്യം. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഏറ്റവും അതിശക്തമായ ഒരു അഭിവാഞ്ചിയാണ് ലൈംഗികത എന്ന് പറയുന്നത്. അത് ദൈവം പ്രകൃതി കൊടുത്തിട്ടുള്ളത് തന്നെയാണ്. സൃഷ്ടാവായ ദൈവം അല്ലെങ്കിൽ പ്രകൃതി സൃഷ്ടിച്ചപ്പോൾ തന്നെ മനുഷ്യനിൽ ആണും പെണ്ണുമായിട്ട് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു. മൃഗങ്ങൾ ഇപ്പോൾ പുതുതായിട്ട് തേർഡ് ജെൻഡർ ഉണ്ടെന്നൊക്കെ പറയുന്നു. അതിൻ്റെ സാങ്കേതികതയെപ്പറ്റി എനിക്ക് അത്ര ജ്ഞാനമൊന്നുമില്ല, ഉള്ളത് തുറന്നു പറയാമല്ലോ. മൃഗങ്ങളാണെങ്കിലും സസ്തനികളെല്ലാം ആണും പെണ്ണും. അപ്പോൾ അത് ഇണചേരുവാനായിട്ട് ആ ലൈംഗിക പ്രത്യുൽപാദനത്തിന് വേണ്ടിയാണ് ഈ സ്ത്രീത്വവും പുരുഷത്വവും മൃഗങ്ങൾക്കും മനുഷ്യനും നൽകപ്പെട്ടത്. സ്വാഭാവികമായിട്ടും ആ നിശ്ചിത സമയമാകുമ്പോൾ ഇവരെ, ഈ ആണിനെയും പെണ്ണിനെയും ആ ശാരീരികമായിട്ടും മാനസികമായിട്ടും യോജിപ്പിക്കാനായിട്ട് തലച്ചോറിലും ശരീരത്തിലെ ഹോർമോൺ ഗ്രന്ഥികളിലും അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടക്കും. അതാണല്ലോ കൗമാരം. കൗമാരം എന്ന് പറയുന്നത് നമ്മുടെ ബാല്യത്തെ യൗവനവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്, ഒരു ബ്രിഡ്ജിങ് ആണ്. ആ ബ്രിഡ്ജിങ് നടക്കുന്ന സമയത്ത് ഈ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളിലും ഉണ്ടാവും. അത് ആണിലും ഉണ്ടാവും, പെണ്ണിലും ഉണ്ടാവും. പക്ഷേ ഇതിനെ ആരോഗ്യകരമായ ഒരു സംഗതിയായിട്ട് തിരിച്ചറിഞ്ഞ് ഈ കുഞ്ഞുങ്ങളെ അതിനോട് പ്രതികരിക്കാനായിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് അധ്യാപകരുടെയും മുതിർന്നവരായ നമ്മളുടെയും മാതാപിതാക്കന്മാരുടെയും ദൗത്യം. അല്ലാതെ യൂട്യൂബോ അതുപോലുള്ള മീഡിയയോ കണ്ടിട്ട് അതാണ് ശരിയെന്ന് പറഞ്ഞ് അവരെ ആ തെറ്റിലേക്ക് നയിക്കുക എന്നുള്ളതായിരിക്കരുത് നമ്മുടെ കാഴ്ചപ്പാട്. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ ഇന്ന് കൂടുതലും നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത് സേഫ് സെക്സിനെ പറ്റിയാണ്. അപ്പോൾ അതുപോലെ തന്നെ പിള്ളേരുടെ കയ്യിൽ ഒത്തിരി യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ ഇതുകൊണ്ടാണ് പലരും കുട്ടികൾ ഇതിനകത്തേക്ക് പോകുന്നത്. എന്ന് വെച്ചാൽ സാറ് പറഞ്ഞതുപോലെ തന്നെ അവർക്കറിയത്തില്ല, കുട്ടികൾക്ക് ഇതിനകത്ത് ഏതാണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ഒരു വീഡിയോ കാണുമ്പം അതായിരിക്കും ശരിയെന്ന് പറഞ്ഞ് അവർ അതിൻ്റെ പിന്നാലെ അങ്ങ് പോവുകയാണ്. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഒരു സാധാരണ ഒരാൾക്ക്, ഒരു മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് ഇതിനകത്ത് കുട്ടികളെ എങ്ങനെ, കാരണം മാതാപിതാക്കളുടെ കയ്യിലല്ല മൊബൈൽ, പലപ്പോഴും നമ്മൾ കുട്ടികളുടെ അതിനകത്ത് മേടിക്കുമ്പോൾ ഭയങ്കര ബഹളം വയ്ക്കുന്നു. നമുക്ക് പല മാതാപിതാക്കൾക്കും ആ മൊബൈൽ കുട്ടികളുടെ അല്ലെങ്കിൽ അവരെന്താണ് അതിനകത്ത് കാണുന്നത് എന്നുള്ളതിന് ഒരു കൺട്രോൾ ഇല്ല. അപ്പം എന്താണ് ഒരു മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ഒരു അധ്യാപികയ്ക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്? വളരെ പ്രസക്തി ഉണ്ടെന്ന് മാത്രമല്ല മറുപടി പറയാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. കാരണം ഞാനും ഒരു അധ്യാപകനെന്ന് ഞാൻ പറയില്ല, പക്ഷേ അതെ, ഞാൻ ഒത്തിരി പേർക്ക് ക്ലാസ് എടുക്കുന്നവർ, ശരിയാണ്. ഒരു പിതാവാണ്. എനിക്ക് 6 മക്കളുണ്ട്, 6 മക്കളുടെ പിതാവാണ്. അപ്പം വളർന്നു വരുന്ന മക്കളും വിവാഹം കഴിച്ച മക്കളൊക്കെ ഉള്ള ആ ഒരു അവസ്ഥയിൽ ഞാൻ ആ സ്ഥാനത്തേക്കൊന്ന് എന്നെ തന്നെ ഇറക്കി വയ്ക്കുക, എന്നിട്ട് ഞാനൊരു മറുപടി പറയുക. അതിൻ്റെ ഉത്തരവ് എങ്ങനെയാണ്? അതായത് കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുന്നത് കുടുംബത്തിലാണ്, അല്ലേ? തീർച്ചയായിട്ടും. ഈ കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ അധ്യാപകരും മാതാപിതാക്കളാണ്. തീർച്ചയായും. അല്ലാണ്ട് സ്കൂളല്ല അധ്യാപനം എന്നുള്ളത് സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ മാത്രം ഡ്യൂട്ടിയല്ല. അതിനു മുമ്പ് കുഞ്ഞ് ജനിച്ചു വീഴുന്ന അന്ന് തൊട്ട്, ഇവൻ അതിനു മുമ്പ് തന്നെ പറയാം, കുഞ്ഞ് ഗർഭത്തിലായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അമ്മമാർക്ക് വേണം കുഞ്ഞിനെ പഠിപ്പിക്കാം. അതിനെപ്പറ്റിയുള്ള ഒത്തിരി സ്റ്റഡീസ് ഉണ്ട്, കേട്ടിട്ടുണ്ടാവും ചിലപ്പോഴൊക്കെ. അതെ അതെ അതെ. അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കുന്ന കുഞ്ഞ് ആ ഗർഭപാത്രത്തിൽ കിടന്ന് കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇവൻ അമ്മ പഠിക്കുന്ന കാര്യങ്ങൾ, അമ്മ പാട്ട് കേൾക്കുകയാണ്, അമ്മ സയൻസ് പഠിക്കുകയാണ്, അമ്മ മാത്തമാറ്റിക്സ് പഠിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ കൊച്ചിനെ അത് സ്വാധീനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നല്ല ചിത്രങ്ങൾ വരയ്ക്കുന്നു, അല്ലെങ്കിൽ നല്ല മനോഹരമായ കാഴ്ചകൾ കാണുന്നു. ആ കുഞ്ഞ് നല്ല ചിത്രകാരനോ ചിത്രകാരിയായിട്ട് മാറാം. അമ്മ ഗർഭകാലത്ത് സംഗീതം പഠിച്ചു. അപ്പം അധ്യാപനം എന്ന് പറയുന്നത് ഗർഭാവസ്ഥയിൽ സ്റ്റാർട്ട് ചെയ്യണം, തുടങ്ങണം. ഓക്കെ, അത് നമുക്ക് ഇപ്പം പറയാനേ പറ്റത്തുള്ളൂ. അത്രയൊന്നും ആൾക്കാർക്ക് അറിവില്ല അതിനെപ്പറ്റി. ജനിച്ചു വീഴുന്ന കുഞ്ഞ് ആ നിമിഷം മുതൽ, അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്ന നിമിഷം മുതൽ അമ്മ, അച്ഛൻ അല്ലെങ്കിൽ ബന്ധുക്കൾ കുഞ്ഞിനെ മോനെ, മോളെ എന്ന് വിളിക്കുമ്പോൾ തൊട്ട് കുട്ടിയുടെ കർണപടത്തിലേക്ക് ശബ്ദം കയറാൻ തുടങ്ങി.
ഈ ശബ്ദത്തെ തലച്ചോറ് അതിനെ അനലൈസ് ചെയ്യും. നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയും. അത് ചെവിയുടെ നാഡീഞരമ്പുകൾ വഴി തലച്ചോറ് കയറും. തലച്ചോറാണ് ഈ ശബ്ദം അമ്മ, അച്ഛൻ അല്ലെങ്കിൽ മോനെ, മോളെ എന്നുള്ള വിളിയുടെ പോലും ആ ഇമ്പവും കാര്യങ്ങളും തലച്ചോറ് തിരിച്ചറിഞ്ഞ് അങ്ങനെയാണ് കുട്ടി സംസാരിക്കാൻ പഠിക്കുന്നത്. കുട്ടിയെ ആദ്യം കരച്ചിൽ മാത്രമേ ഉള്ളൂ. അത് ഏത് കുട്ടിയും കരയും. ഇവനൊരു ബധിരനായ, ജന്മനാ ബധിരനായ കുട്ടി പോലും കരഞ്ഞു എന്ന് വരും. സംസാരം പുറത്തു വരില്ല ബധിരൻ്റെ. കാരണം അവന് ചെവിയിലൂടെ കേൾക്കുന്ന ഇൻപുട്ട് അത് തലച്ചോറ് ഡിസൈൻ ചെയ്തിട്ടാണ് ആ കുട്ടിയുടെ വായ, ചുണ്ടുമൊക്കെ സംസാരിക്കാനായിട്ട് നാവൊക്കെ ചേർന്ന് പഠിക്കുന്നത് കുറച്ച് കഴിയുമ്പോഴും. അപ്പോൾ കുട്ടിയുടെ വിദ്യാഭ്യാസം ആത്യന്തികമായിട്ട് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അധ്യാപകരും പിന്നെ ആരും ആയാലും ശരി. അപ്പോൾ ഈ 5 വയസ്സ് വരെ, അല്ലെങ്കിൽ ഇപ്പം അതിന് മുമ്പ് LKG UKG കുട്ടികളെ വിടുന്നുണ്ട്, അതുവരെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ കുഞ്ഞിനെ പഠിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഈ വിദ്യാഭ്യാസം എന്നുള്ളത് സ്കൂളിൽ നിന്ന് മാത്രമുള്ള ഒരു സംഗതിയാണെന്ന് വിചാരിക്കുന്നിടത്തായി പ്രശ്നം വരുന്നത്. അതിനു മുമ്പ് കുട്ടിയുടെ ഫോർമേഷൻ എന്നാണ് ഇംഗ്ലീഷിലെ വാക്കം, കുട്ടിയുടെ സ്വഭാവ രൂപീകരണം എന്ന് പറയുന്ന ഈ സംഗതിയിൽ നിന്നും മാതാപിതാക്കന്മാർക്ക്, അച്ഛനും അമ്മയ്ക്കും, പിന്നെ അവരുടെ കുട്ടിയുടെ മൂത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് പോലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അപ്പോൾ 5 വയസ്സിൽ ഒരു കുഞ്ഞിനെ സ്കൂളിലേക്ക് വിടുമ്പോൾ തന്നെ മൊറാലിറ്റി, ധാർമ്മികതയുടെ സമൂഹം വെച്ചിരിക്കുന്ന കുറേ ധാർമ്മിക നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളുടെ ചട്ടക്കൂടിൽ കുഞ്ഞിനെ പഠിപ്പിച്ചിരിക്കണം. ഉദാഹരണത്തിന് വസ്ത്രധാരണം, നമ്മളെങ്ങനെ വസ്ത്രം ധരിക്കണം ഇല്ലേ? വസ്ത്രം, മനുഷ്യൻ ജനിക്കുന്ന വസ്ത്രമില്ലാതാണെങ്കിലും സമൂഹം ഒരു ചട്ടക്കൂട് വെച്ചിട്ടുണ്ട് വസ്ത്രം ധരിക്കണം. അപ്പോൾ ഈ വസ്ത്രധാരണത്തിൽ പാലിക്കേണ്ടുന്ന മാന്യത, ആ മിനിമം ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് പാലിക്കാൻ കുഞ്ഞുനാൾ മാതാപിതാക്കന്മാർ പഠിപ്പിച്ചാൽ ആ കുഞ്ഞ് ഭാവിയിലും അത് തുടർന്ന് കൊണ്ടുപോകും. പിന്നെ സ്കൂളിൽ പോയിട്ട് വരുന്ന കൊച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്നത്, ആ കാര്യങ്ങൾ മുഴുവനും മാതാപിതാക്കന്മാർക്ക് ഒബ്സർവ് ചെയ്യാൻ കടമയുണ്ട്. അല്ലാണ്ട് കൊച്ചിനെ സ്കൂളിൽ നിന്ന് മാഷന്മാർ പഠിപ്പിച്ചോളും, സാറന്മാർ പഠിപ്പിച്ചോളും, അത് മതി. അതിലോട്ട് അല്പം പോലും തിരിഞ്ഞു നോക്കാതിരിക്കുന്നത് കർത്തവ്യ വിലോപമാണ് മാതാപിതാക്കന്മാരുടെ. ഇന്ന് നീ സ്കൂളിൽ പോയിട്ട് എന്താ മോൻ പഠിച്ചത്, എന്താ മോള് പഠിച്ചത്, അധ്യാപകർ എന്തൊക്കെയാണ് പഠിപ്പിച്ചത്, മാത്തമാറ്റിക്സോ വട്ടവറൈറ്റീസ്, സാമൂഹ്യ പാഠമോ, ആ കാര്യങ്ങൾ പഠിച്ചതിനെ പറ്റി മാതാപിതാക്കന്മാർ ചോദിക്കുമ്പോൾ കൊച്ചിനും ഒരു കൺസേൺ ഉണ്ടാവും. എൻ്റെ അപ്പനും അമ്മയും ഞാൻ പഠിച്ചതിനെ പറ്റി അന്വേഷിക്കുന്നുണ്ട്, അവർക്ക് അതിനെപ്പറ്റി ശ്രദ്ധയുണ്ട്. കൊച്ചങ്ങനെയാണ് ഗൗരവം കാര്യങ്ങളുടെ ഗൗരവം. ഡോക്ടർ, ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യുവാണ്. ഇപ്പം നമ്മളിപ്പം ചെറിയ കുട്ടികളെ ശരിയാണ് നമ്മൾ ഇതറിഞ്ഞ് വളർത്തുന്നു. ഇപ്പം നമ്മളിപ്പം ഒരു വലിയ കുട്ടികൾ, ഇപ്പം എന്നെ പോലെയുള്ള അമ്മമാര് കുറേയൊക്കെ ഇപ്പം അപ് ടു ഡേറ്റ് ആവാനായിട്ട് ശ്രമിക്കുന്നു. അപ്പം പക്ഷേ ഇനിയും ഒത്തിരി അമ്മമാർക്ക് ഇപ്പോഴത്തെ പിള്ളേരുടെ ട്രെൻഡ് അറിയത്തില്ലാത്ത മക്കളുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസമൊന്നും അധികം ഇല്ലാത്ത അമ്മമാര്, അവർ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, മക്കളാണ് ഫോൺ ഉപയോഗിക്കുന്നത്. അപ്പം ഫോണിൽ പല മക്കളും ഇപ്പോൾ ഈ ഇൻസ്റ്റ അക്കൗണ്ടൊക്കെ അമ്മമാരുടെ ഫോണിൽ തുടങ്ങുന്നു. അമ്മമാരറിയുന്ന പോലുമില്ല ഇവർ പഠിക്കാനാണെന്ന് പറഞ്ഞ് ഫോൺ ഉപയോഗിക്കുന്നു. അപ്പം നമ്മളിപ്പോൾ ചെറിയ മക്കളെ നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഒരു ടീനേജർ ആയ മക്കളൊക്കെയുള്ള ഇത്രയും എഡ്യൂക്കേറ്റഡ് അല്ലാത്ത അമ്മമാരെ എങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും? തീർച്ചയായിട്ടും ഇത് ഞാനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു ബുദ്ധിമുട്ടാണ്. ഒരു ടീനേജർ മകൻ എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട്. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ ഞാനൊരു ഉദാഹരണ സഹിതം പറയുക, ഇതേ ഇഷ്യൂ എൻ്റെ വീട്ടിലും ഉണ്ടായി. വളരെ ക്ഷമയോടുകൂടെ ഞാനും എൻ്റെ ഭാര്യയും, ഞങ്ങൾ 2 പേരും മാതാപിതാക്കൾ, ഈ കുഞ്ഞിനെ വഴക്കൊന്നും പറയാതെ അവൻ ആയിരിക്കുന്ന മാനസികാവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് ഏകദേശമൊക്കെ ഊഹിക്കാൻ പറ്റും, പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ പോലും. ആ അവസ്ഥയിൽ നിന്ന് ക്ഷമയോടുകൂടെ കാത്തിരുന്നു. 2 പേരും അവനോട് വഴക്കൊന്നും ഉണ്ടാക്കാതെ ശാന്തമായിട്ട് പെരുമാറി. അവന് ആ ഒരു മൂഡ് ഓഫ് ഒക്കെ മാറി ഒന്ന് ശാന്തമായി കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം രാവിലെ, ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ച കാര്യമാണ് ഞാനീ പറയുന്നത് കേട്ടോ. പിറ്റേ ദിവസം അവൻ രാവിലെ ഒന്ന് ദേവാലയത്തിൽ പോയി ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. നല്ല മിടുക്കനായിട്ട് പറഞ്ഞു, അമ്മേ എനിക്കിനി ഫോൺ വേണ്ട, അമ്മ തരുമ്പം മാത്രമേ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ, ഞാൻ പഠിച്ചോളാം, നന്നായിട്ട് പഠിച്ചോളാം. അതൊരു ഉദാഹരണം മാത്രം. എല്ലാ കുട്ടികളും അങ്ങനെ പെരുമാറിക്കൊള്ളണം നിർബന്ധമില്ല. പക്ഷേ ഇവിടെ വേണ്ട. ഞാൻ മനസ്സിലാക്കിയ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയാം. ക്ഷമ മാതാപിതാക്കന്മാർക്ക് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലുള്ള ഈ ടീനേജേഴ്സിനെ ഡീൽ ചെയ്യുമ്പോഴും നമ്മൾ മൂക്കത്തെ ദേഷ്യവും അല്ലെങ്കിൽ ഈ ഉപദേശവും അതും കൊണ്ടൊന്നും ആരെയും നന്നാക്കാൻ പറ്റില്ല. അത് തിരിച്ചറിയണം. ഇന്നത്തെ കാലത്തെ മക്കളെ ഉപദേശിച്ച് നന്നാക്കാമെന്ന് വിചാരിക്കുന്നത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. കാരണം അവർ ഉപദേശം കേട്ട് മടുത്തിരിക്കുക, അവർക്കതിൽ കേൾക്കുകയേ വേണ്ട, അവർക്ക് ഇഷ്ടമില്ല. അത് ഞങ്ങൾക്കറിയാം. കാരണം അവർ താൻ പോരുമ അങ്ങനെ ഒരു അവസ്ഥ കൂടെ. കാരണം അവർക്ക് നോളജ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മളെക്കാളൊക്കെ ഹൈ എന്താ അവരുടെ വിചാരം. ഖലീൽ ജിബ്രാൻ, പ്രശസ്ത ഒരു സാഹിത്യകാരൻ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ വരികൾ ഇപ്പം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടേതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തോട് തന്നെയുള്ള ആ ആഗ്രഹത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമാണ് അവർ നിങ്ങളിൽ നിന്നാണ് വന്നതെങ്കിലും നിങ്ങളുടേതല്ല. അവർ നാളെയുടെ മക്കളാണ്. നിങ്ങളാകുന്ന കുലയ്ക്കപ്പെട്ട വെല്ലിൽ നിന്നും എഴുതി വിടപ്പെടുന്ന
ജീവിക്കുന്ന അസ്ത്രങ്ങളാണ് നിങ്ങളുടെ മക്കൾ. അവരെ ഒരിക്കലും നിങ്ങളെപ്പോലെ ആക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും നിങ്ങളെപ്പോലെ ആക്കാൻ ശ്രമിക്കരുത്. അവർക്കതിന് പറ്റില്ല. അവർ ജീവിക്കുന്ന നാളെയുടെ ഭവനങ്ങളിലാണ്. അവർക്ക് വേറെ സ്വപ്നങ്ങളുണ്ട്. നമ്മുടെ ചിന്തകളും നമ്മുടെ സ്വപ്നങ്ങളും അവർക്ക് കൊടുക്കരുത്. ഇതാണ് അദ്ദേഹം ക്രാന്തദർശിയായ ഈ ഒരു സാഹിത്യകാരൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങൾ എഴുതിയ മനോഹരമായ ഒരു കവിതാശകലമാണ്. അപ്പോൾ അത് ഇന്നത്തെ നമ്മുടെ ഈ സാഹചര്യവുമായിട്ട് ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അത് തികച്ചും ശരിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു പിതാവും മാതാവും എന്ന നിലയിൽ ഞങ്ങളത് മനസ്സിലാക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ അടിച്ചും ഉപദേശിച്ചും ശിക്ഷിച്ചും ഒന്നും മക്കളെ നന്നാക്കാമെന്ന് വിചാരിക്കേണ്ട. ക്ഷമ, മാതാപിതാക്കന്മാരുടെ ക്ഷമയെ മക്കൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഭവനത്തിൽ സംഭവിച്ച കാര്യം. ഞങ്ങൾ രണ്ടുപേരും ക്ഷമയോടെ നിന്നും അവൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കി അവനോട് വളരെ അനുനയത്തോടു കൂടി സംസാരിച്ചപ്പോൾ അവനൊന്ന് ഒതുങ്ങി. ഏതു മനുഷ്യനാണെങ്കിലും ബുദ്ധിയുള്ള സംഗതിയല്ലേ, ബുദ്ധിയുള്ള വ്യക്തിയല്ലേ. കുറച്ച് കഴിയുമ്പോൾ അപ്പനും അമ്മയ്ക്ക് സങ്കടമായി. അപ്പം ഞാനൊന്ന് കുറച്ച് മാറണം. ചില കുട്ടികൾ അങ്ങനെ ചെയ്തെന്ന് വരില്ല, വളരെ അരഗൻ്റായിട്ട് പെരുമാറിയെന്നും വരാം. പക്ഷെ ഒരു സാധ്യതയാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ രീതിയിൽ അമ്മമാർ വളരെ അവരോട് ക്ഷമയോടെ സ്നേഹത്തോടെ, സ്നേഹം കൊണ്ട് കീഴടക്കാൻ പറ്റാത്തതൊന്നുമില്ല. ഇല്ലേ, നമ്മൾ പറയാറില്ലേ, നമ്മുടെ രാഷ്ട്രപിതാവ്, നമ്മുടെ രാഷ്ട്രതന്ത്രജ്ഞൻ, സ്നേഹം അതിന് അതിശക്തമായ ഒരു ഇതുണ്ട്. പെട്ടെന്നൊന്നും നടക്കില്ല, കുറച്ച് കാലതാമസം വന്നേക്കാം. പക്ഷേ അതുവരെ നമ്മൾ കുട്ടികളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അവർ വഴിതെറ്റി പോകാതിരിക്കാനുള്ള ഉത്തരവാദിത്വം, അടിസ്ഥാന ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. എന്നാലും നമ്മൾ എത്ര നോക്കിയാലും ചില മക്കൾ നമ്മുടെ പിടിവിട്ട് പോവുകയും ചെയ്യും. എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ടല്ലോ. അതുകൊണ്ടാണ് ക്ഷമയും സ്നേഹവുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് വളരെ പ്രധാനപ്പെട്ട. ക്ഷമയും സ്നേഹവും ഇല്ലെങ്കിൽ ഈ തരക്കാരായ കുട്ടികളെ ഈ കാലഘട്ടത്തിൽ നമുക്ക് തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അവർ പിടിവിട്ടു പോകാം. പ്രത്യേകിച്ച് പ്രേമബന്ധങ്ങൾ തുടങ്ങുന്ന സമയമാണ്. ഇവരുടെ ശരീരത്തിലെ ഹോർമോൺ നമ്മുടെ ഗ്രോത്ത് ഹോർമോണും, ആൺകുട്ടിയാണെങ്കിൽ ടെസ്റ്റോസ്റ്ററോണും, പെൺകുട്ടിയാണെങ്കിൽ ഈസ്ട്രോജനും മറ്റുള്ള ഈ ഹോർമോണുകളൊക്കെ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അവർക്ക് ശാരീരികമായ ആകർഷണം തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അതേ സമയത്ത് അവരുടെ മാനസിക വൈകാരിക പക്വത ആ ശാരീരിക ആകർഷണത്തോടും വളർച്ചയോടും ആനുപാതികമായിട്ട് വന്നിട്ടുമില്ല. അവർ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് അവർ ചിന്തിക്കും. അവർ വിചാരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ശരീരത്തിൻ്റെ വളർച്ച അങ്ങോട്ട് വരുന്നുകൊണ്ട്, ആകർഷണം കൂടുന്നുകൊണ്ട്. അപ്പോൾ ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, മാസ്റ്റർബേഷൻ ഒരു താൽക്കാലികമായ ഒരു ആനന്ദം കൊടുക്കും ശരീരത്തിന്. പക്ഷേ അതിനകത്തൊരു കാര്യം മാതാപിതാക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കാവുന്നൊരു കാര്യമുണ്ട്. ദൈവം അല്ലെങ്കിൽ പ്രകൃതി ഈ സെക്ഷൽ ഫാക്കൽറ്റി, ഈ ലൈംഗികത എന്ന ഈ ഒരു സംഗതി എന്തിനാണ് മനുഷ്യന് കൊടുത്തത്? അത് സുഖാസ്വാദനത്തിനല്ല. അതിനൊരു അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട്. അടുത്ത തലമുറയിലേക്ക് നമ്മുടെ സ്പീഷീസിനെ, നമ്മുടെ മനുഷ്യവംശത്തെ പ്രകാശിപ്പിക്കുക, അടുത്ത തലമുറയ്ക്ക് ജന്മം കൊടുക്കുക എന്നുള്ളത്. പ്രൊക്രിയേഷൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പ്രൊക്രിയേഷൻ എന്നുള്ള പ്രക്രിയയിൽ ഈ മനുഷ്യന്റെ സ്പീഷീസ് ഇടപെടുമ്പോൾ അതിന് പ്രകൃതി അവർക്കൊരു പ്രതിഫലം കൊടുക്കും. ആ പ്രക്രിയ, ഈ പ്രൊക്രിയേഷൻ അല്ലെങ്കിൽ സന്താനോൽപാദനം എന്ന പ്രക്രിയ പൂർത്തിയാക്കുമ്പോൾ അതിൻ്റെ അവസാനം, അറ്റ് ദ എൻഡ്, അത് നമുക്കറിയാം, വിവാഹിതരായ നമുക്കറിയാം, ദാമ്പത്യ ധർമാനുഷ്ഠാനം നടത്തി കഴിയുമ്പോൾ അതിൻ്റെ അവസാനത്തിലാണ് പ്രകൃതി ഈ ആനന്ദം, ആ ഒർഗാസം അല്ലെങ്കിൽ രതിമൂർച്ച എന്ന ആനന്ദം അതിൻ്റെ അവസാനം, അതായത് ആ പ്രക്രിയ പൂർത്തിയാക്കി കഴിയുമ്പോഴാണ് കൊടുക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഈ പ്രക്രിയ പൂർത്തിയാക്കിയിട്ട് മാത്രമേ ഈ ആനന്ദം, ഈ ഒർഗാസം, ആ ഒർഗാസ്മിക് അനുഭൂതി അനുഭവിക്കാൻ മനുഷ്യന് പ്രകൃതിയുടെ നിയമം അനുസരിച്ച് അനുവാദമുള്ളൂ. ഇതിനെയാണ് ഈ സൈക്യാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ഒക്കെ അത് നമ്മുടെ അവകാശമാണ്, നമ്മൾ അങ്ങനെയാണ് സ്ട്രെസ് റിലീവിങ് ആയിരിക്കാം. സ്ട്രെസ് റിലീവ് ചെയ്യും, അത് ഞാൻ എഗ്രി ചെയ്യുന്നു, 100% എഗ്രി ചെയ്യുന്നു. പക്ഷേ ഓരോന്നിനും അതിൻ്റെ സമയവും സാഹചര്യവും ഉണ്ട്. അല്ലാതെ ശരീരം കൊണ്ട് പക്വത എത്തിയെന്ന് വിചാരിച്ചിട്ട് സമുദായത്തിൻ്റെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ വ്യക്തികൾ പെരുമാറാൻ പാടുള്ളൂ. അപ്പോൾ വിവാഹത്തിന് മുന്നേ സെക്സ് ചെയ്യുന്നത് തെറ്റാണെന്നാണ് സാർ പറയുന്നത്? തീർച്ചയായിട്ടും ലൈംഗികതയുടെ പരമമായ ലക്ഷ്യം ഈ പറഞ്ഞ രീതിയിൽ വംശം നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ്. എന്നാൽ അത് മാത്രമല്ല, ആ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ ശാശ്വതമായിട്ടും ശക്തമായിട്ട് നിലനിർത്താൻ ലൈംഗികതയ്ക്ക് വലിയ പങ്കുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അവരുടെ വൈകാരികമായ ആ ഒരു അടുപ്പത്തിന് എരിവും പുളി അല്ലെങ്കിൽ വളം ചേർത്ത് കൊടുക്കുന്ന സംഗതിയായ ലൈംഗികത അതിൻ്റെ പൂർത്തീകരണമാണ്. പക്ഷെ ആ പൂർത്തീകരണത്തിനകത്ത് പ്രകൃതി ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്ത്? സന്താനോൽപാദനം. നോക്കണം, ഇത്രയും ശക്തമായ ഒരാനന്ദത്തിനകത്താണ് ഈ ജീവൻ അല്ലെങ്കിൽ സന്താനോൽപാദനം, വംശവർദ്ധനവിനെ ഒളിപ്പിച്ച് വെച്ചതെങ്കിൽ പ്രകൃതി എന്തുമാത്രം പ്രാധാന്യം ഇതിന് കൊടുത്തിട്ടുണ്ട്. ഈ വംശവർദ്ധനവ് എന്ന ആ ഒരു സംഗതിയെ ഈ ആനന്ദത്തിനകത്ത് പൊതിഞ്ഞു വെച്ച് നമ്മൾ ഈ വംശവർദ്ധനവിനെ അങ്ങ് എടുത്തു മാറ്റിയിട്ട് ഈ പുറത്തെ തോല് മാത്രം തിന്നുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? നമ്മൾ ഒരു കുഞ്ഞിന് മരുന്ന് കൊടുക്കുകയാണ്, ചെറിയ കുഞ്ഞിന് കയ്പുള്ള മരുന്ന് കൊടുക്കുമ്പോൾ
തേൻ പൊതിഞ്ഞ് പഞ്ചസാര പൊതിഞ്ഞ് കൊടുക്കും. എന്താണ്? കുട്ടി ആ കയ്പ് അറിയാതിരിക്കാൻ, ഇല്ലേ? ഈ കയ്പാണ് നമ്മൾക്ക് ഈ കയ്പ് എങ്ങനെയെങ്കിലും കുട്ടിയുടെ ഉള്ളിൽ എത്തിക്കണം. ആ കയ്പ് മാസ്ക് ചെയ്തിട്ട് നമ്മൾ മധുരം കൊണ്ട് പൊതിയും. കുട്ടി അകത്ത് കയ്പ് ഇരിപ്പുണ്ട്, എനിക്ക് കയ്പ് വേണ്ട, മധുരം മാത്രം മതി. ആ മധുരം നക്കി കുടിച്ചിട്ട് കയ്പ് തുപ്പിക്കളഞ്ഞാൽ കുട്ടിയുടെ അസുഖം മാറില്ല. അപ്പൊ ആത്യന്തികമായിട്ട് എന്താ സംഭവിക്കുന്നത്? ഈ അസുഖം മാറാനായിട്ട് നമ്മൾ കൊടുത്ത മരുന്നിന്റെ പുറത്തെ മധുരം മാത്രം കുട്ടി നക്കി കുടിക്കുകയും അകത്തുള്ള കാതിലിനെ വലിച്ചെറിയുകയും ചെയ്യും. ഇത് തന്നെയാണ് ലൈംഗികതയിൽ ഈ സുഖാസ്വാദനം മാത്രമാവുകയും പ്രകൃതിയുടെ നിയമമായ സന്താനോൽപാദനത്തെ ബോധപൂർവം തടസ്സപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഈ പ്ലഷർ സീക്കിംഗ് മെന്റാലിറ്റിയിലേക്ക് മാറും. ഇത് സമൂഹത്തിന്റെ ആത്യന്തികമായ നാശത്തിന് കാരണമാവുകയും ചെയ്യും. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹപ്രദമായി എന്ന് കരുതുന്നു. എന്നാൽ ഇതിവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച ഇതിന് തുടർച്ചയ്ക്കായി നിങ്ങൾ ഏവരും കാത്തിരിക്കുക. ഗോഡ് ബ്ലെസ് യു.